Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല റമദാനിൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെ വളരെ ചൈതന്യത്തോടുകൂടി അനുഷ്ഠിക്കാനും നോമ്പനുഷ്ഠിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞാൻ പ്രത്യേകം എന്നെയും നിങ്ങളെയും വസിയത്ത് നൽകുകയാണ്. റമദാനിന് തുല്യമായി മറ്റൊന്നില്ല. റമദാനിലെ നോമ്പ് പോലെ മറ്റൊരു നോമ്പില്ല. റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്താലും സമമാവുകയില്ല. റമദാനിലെ സൽക്കർമ്മങ്ങൾക്കൊക്കെ അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതത്തെ നന്നാക്കാനും നല്ല മനുഷ്യനാകാനും തഖ്വയുള്ള ആളായി തീരാനും അല്ലാഹു തആല നൽകിയ ഒരു വലിയ അവസരമാണ് റമദാൻ എന്ന ബോധത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കുവാൻ, റമദാനിനെ നോമ്പനുഷ്ഠിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, റമദാൻ മാസത്തിന് മഹത്വം ലഭിച്ചത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് റമദാൻ മാസത്തിന് ഈ അനുഗ്രഹം ലഭിച്ചത്. ആ വിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യ സമൂഹത്തിന് സന്മാർഗദർശകമാണ്, സത്യാസത്യ വിവേചകവുമാണ്. അതുകൊണ്ടാണ് റമദാൻ മാസത്തെ അല്ലാഹു തആല അനുഗ്രഹപൂർണ്ണമാക്കിയത്. ഈ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരാത്മപരിശോധന, അതിനുള്ള സമയമേ ഒരു ഖുതുബയിലുള്ളൂ, അത് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ വേണ്ട പോലെ നമ്മൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. നമുക്ക് ഒരു നബി നമ്മുടെ കൂടെ ജീവിക്കാനില്ല.
സഹാബാക്കൾക്കൊക്കെ ജീവിക്കുന്ന ഒരു നബി കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച വഫാത്തായി 10,400 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഈമാൻ പകർന്നു തരാനും വഴി കാണിച്ചു തരാനും നമ്മളെ സത്യവിശ്വാസത്തിൻ്റെ മാതയിൽ ഉറപ്പിച്ചു നിർത്താനും അല്ലാഹു തആല വിശേഷിപ്പിച്ച ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈമാനോടുകൂടി അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ ഖുർആൻ ഇറക്കിയത് അല്ലാഹുവാണ്. അല്ലാഹു തആല അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഖുർആനിന് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. ഇസ്ലാമിൻ്റെ എതിരാളികൾ, ശത്രുക്കൾ ഒരുപാട് ശ്രമങ്ങൾ അതിന് നടത്തിയതാണ്. പക്ഷെ ഒരു ഹർക്കത്ത് പോലും മാറ്റാൻ കഴിയില്ല. കാരണം ഖുർആൻ ജനഹൃദയങ്ങളിലുള്ള ഒരു കിതാബാണ്. അതിനെ അല്ലാഹു തആല സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു നല്ല ഉദാഹരണം, എല്ലാ വിഭാഗം മുസ്ലിമീങ്ങൾക്കിടയിലും ഒരൊറ്റ ഖുർആനേ ഉള്ളൂ. നോക്കി ഏത് വിഷയത്തിലും തർക്കമല്ലേ? അള്ളാഹുടെ കാര്യത്തിൽ തർക്കിക്കുന്നവരാണ്, നിസ്കാരത്തിൽ തർക്കിക്കുന്നവരാണ്. എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നാഭിപ്രായങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിലുണ്ട്. പക്ഷെ നമുക്കെല്ലാവർക്കും ഒരൊറ്റ ഖുർആനാണ്. ഒരായത്തിൻ്റെ കാര്യത്തിൽ പോലും തർക്കമില്ല. ഇന്ന ആയത്ത് ഖുർആനിൽ ഇല്ലാത്തതാണ്, അതിൽ കടന്നുകൂടിയതാണെന്നോ ഒരായത്ത് അതിൽ ചേർക്കേണ്ടതുണ്ടെന്നോ മുസ്ലിം ലോകത്ത് ഒരു വിഭാഗത്തിനും ഒരഭിപ്രായമില്ല. അഥവാ ഖുർആൻ ഏക ഖുർആനാണ്. അതേസമയം ഞാനും നിങ്ങളുമൊക്കെ അവഗണിച്ചത് ഖുർആനിനെയാണ്. നിസ്കാരവും നോമ്പോ സക്കാത്തോ ഹജ്ജൊന്നും നമ്മൾ ഇത്രയേറെ അവഗണിച്ചിട്ടില്ല. അതിന് കാരണം മുസ്ലിം ലോകത്തുണ്ടായിത്തീർന്ന വലിയ ഒരു അപകടകരമായ ഒരു പ്രവണത ഖുർആൻ ഓതിയാൽ മതി എന്ന ധാരണയായിരുന്നു. ഖുർആൻ ഇങ്ങനെ ഓതുക എന്നതായിരുന്നു. അത് വേണ്ട പോലെ ആയതുമില്ല. അതേസമയം ഖുർആനിനെ അതിൻ്റെ ആശയം ഗ്രഹിക്കാനോ അതനുസരിച്ച് ജീവിതത്തെ മാർഗരേഖയായി സ്വീകരിക്കാനോ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞില്ല. ഓരോ റമദാനും നമ്മൾ കഴിയുന്നു, റമദാനിലെ ഓരോ റമദാനിലും ഖുർആനെ കുറിച്ച് പറയുന്നു, നമ്മൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സദസ്സിൽ എത്ര കുറച്ച് ആളുകൾക്കായിരിക്കും ഖുർആൻ മുഴുവൻ ആശയഗ്രഹണം നടത്തിയിട്ടുണ്ടാവുക? വളരെ കുറച്ച് ആളുകളുണ്ടാവും മുഴുവൻ. അതിനുമാത്രം വലുതൊന്നുമല്ല ഖുർആൻ. നമ്മുടെ വീട്ടിലെ 10ാം ക്ലാസ്സിലെ കുട്ടി, 12ാം ക്ലാസ്സിലെ കുട്ടി ഈ ഖുർആനേക്കാൾ വലിപ്പമുള്ള ഒരുപാട് പുസ്തകങ്ങൾ അരച്ച് കുടിച്ച് പഠിച്ചിട്ടുണ്ടാവും 10 മാസം കൊണ്ട്. ഓരോ വാക്കും ചോദ്യോത്തരത്തിൻ്റെ ഉത്തരം ആൾക്കറിയും. മാതൃഭാഷയിലൊന്നുമില്ല, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, അറബിയിലൊക്കെ ഉള്ളതറിയും. പക്ഷെ ഒരായുസ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ കിതാബിനകത്ത് എന്താണ് പറഞ്ഞതെന്ന് അറിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇൻഷാല്ലാഹ് ആ വിഷയത്തിലേക്ക് വരാം. ഖുർആനുമായി ബന്ധപ്പെട്ട 4-5 കാര്യങ്ങളാണ് ഈ ഖുതുബയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് തന്നെയാണ്. ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നത് പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ്. മുസഹഫിലേക്ക് നോക്കുന്നത് പോലും പുണ്യകരമാണ്. ഒരായത്ത് ഓതണമെന്നില്ല, ഒരു ഹർഫ് ഓതിയാൽ പോലും പ്രതിഫലമുണ്ട്. അത് അലിഫ് ലാം മീം ഓരോന്നിനും പ്രതിഫലമുണ്ട്. അറിയാത്തവൻ തപ്പിത്തടഞ്ഞു ഓതിയാലും പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ സഹ്റാവയിൽ ഓതുക, അഥവാ ആലിംറാനും അൽ ബഖറയും ആലു ഇമ്രാനും ഓതുക. അതിന് ഒരുപാട് പ്രതിഫലം പറയുന്നുണ്ട്. അൽ ബഖറയും ആലു ഇമ്രാനും ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകും. നിങ്ങൾ ആയത്തുൽ കുർസി ഓതുക നിസ്കാരത്തിന് ശേഷമൊക്കെ. ലം യംനഅക ശൈത്താനും ലം യംനഅക, അയാൾക്കുള്ള പ്രതിഫലം മൻ
ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സലാത്ത് ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്. മരണം മാത്രമേ പിന്നെ തടസ്സമുള്ളൂ സ്വർഗം കിട്ടാൻ. എല്ലാ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ. ഇദാ ആവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി ലം യഖ്റബുക ശൈത്താൻ ഹത്താ തുസ്ബിഹ. രാത്രി കിടക്കാൻ നേരത്തെ ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരുന്നത് വരെ പിശാച് അയാളെ സമീപിക്കില്ല. രാവിലെ ആയത്തുൽ കുർസി ഓതിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ആയത്തുൽ കുർസി ഓതിയാൽ രാവിലെ വരെയും ഫി ദിമ്മത്തില്ല, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. അതേപോലെ തന്നെ ആമനു റസൂൽ ഓതുക, അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതിനും ഒരുപാട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടക്കാൻ നേരത്തെ ആമനു റസൂൽ ഓതുക. സൂറത്തുൽ മുൽക്ക് ഓതുക. മുൽക്ക് ഓതാതെ രാത്രി കഴിച്ചു കൂട്ടരുതെന്നാണ് പഠിപ്പിച്ചത്. എങ്കിൽ അത് നാളെ നിങ്ങൾക്ക് ശുപാർശ ചെയ്യും. സൂറത്ത് യാസീൻ നിങ്ങൾ രാത്രിയിൽ ഓതുക. അത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കും. യാസീൻ സൂറത്ത് ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ്. അതേപോലെ തന്നെ റസൂൽ പഠിപ്പിച്ച ഒരുപാട് സംഗതികളുണ്ട്. ദിവസം നമ്മൾ സ്ഥിരമായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഓതുന്നത് വളരെ പുണ്യകരമാണ്. അത് അല്ലാഹുവുമായി അടുപ്പിക്കും, ഖുർആനുമായി ബന്ധപ്പെടുത്തും, തെറ്റുകളിൽ നിന്ന് തടയും, നന്മയിലേക്ക് നയിക്കും. ഓതുമ്പോൾ പരമാവധി അതിൻ്റെ നല്ല രീതിയിൽ ഓതണം. ഒതുവോടുകൂടി, ഒതുല്ലെങ്കിൽ ഓതാനൊക്കെ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു മഹത്വത്തോടു കൂടി ഖുർആൻ ഓതുക. അത് ഖുർആൻ കേൾക്കുന്നതും അതുപോലെ പുണ്യമാണ്. വൈദാ ഖറഅതൽ ഖുർആന ഫസ്തമിഉ ഫൻസിതു. നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. അശ്രദ്ധമായിട്ട് ഖുർആൻ ഓതായിട്ട് കൊടുക്കരുത്. അങ്ങനെ ഖുർആൻ ഓതുന്നത് കേട്ടാലും ഓതിയത് പോലെയാണ്. പുതിയ കാലത്ത് അത്തരം സംവിധാനങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥിതിക്ക് ധാരാളമായി ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന കാറിലൊക്കെ പാട്ടുകളും വേണ്ടാത്തതൊക്കെ എപ്പോഴും വെക്കുന്നതിന് പകരം ഖുർആൻ ധാരാളമായി വെക്കുക. അങ്ങനെ ഖുർആനിൻ്റെ ഓത്തും പാരായണവും ഖുർആനിൻ്റെ കേൾക്കലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് പറയാനുള്ളത് ഖുർആൻ ഹിഫ്ളാക്കുക എന്നതാണ്. ഖുർആൻ ഹിഫ്ളാക്കുക, അല്പമൊക്കെ കാണാപ്പാടം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യരെ ചിലർ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരെ ഖുർആൻ മുഴുവൻ പഠിപ്പിക്കും. അവരാണ് ഹാഫിളീങ്ങൾ. ഹാഫിളീങ്ങൾക്ക് ഒരു ബഹുമാനമുണ്ട്. കാരണം അള്ളാഹിൻ്റെ കിതാബിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആളുകളാണ് അവർ. റസൂൽ ഏറെ വേദനിച്ച ഒരു ഘട്ടമായിരുന്നു ഹാഫിളീങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ. ഈ ഖുർആനിൻ്റെ മുഴുവൻ കോപ്പികളും ലോകത്ത് നശിപ്പിക്കപ്പെട്ടാലും ദശലക്ഷക്കണക്കിന് ഹാഫിളുകളുടെ ഹൃദയത്തിൽ ഖുർആൻ ഹർക്കത്ത് തെറ്റാതെ കിടക്കുന്നുണ്ട്. ഹർക്കത്ത് തെറ്റാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിഫ്ളാക്കുന്നതിന് വലിയ സ്ഥാനമാണ്. അത്യാവശ്യം മുഴുവൻ ഹിഫ്ളാക്കാന്നല്ല, ചില സൂറത്തുകളോ ആയത്തുകളെങ്കിലും ഹിഫ്ളാക്കാൻ കഴിയണം. യാസീൻ ഹിഫ്ളാക്കണം, ആയത്തുൽ കുർസി ഹിഫ്ളാക്കണം, ആമന റസൂലെ ഹിഫ്ളാക്കണം, അമ്മ ജുസയിലെ ചില സൂറത്തുകൾ, മുൽക്ക് സൂറത്ത്, ഇതൊക്കെ മിനിമം ഹിഫ്ളാക്കാൻ കഴിയണം. അങ്ങനെ ഹിഫ്ളാക്കുമ്പോൾ അത് വലിയ പുണ്യമാണ്, വലിയ പ്രതിഫലാർഹമാണ്. നിങ്ങൾക്കറിയോ, ഗസയിലെ ആളുകൾ ആ രൂക്ഷമായ ആക്രമണം അവരുടെ മേൽ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദിനംപ്രതി കോടിക്കണക്കിന് ടൺ സ്ഫോടക വസ്തുക്കൾ അവരുടെ മേൽ വീണുകൊണ്ടിരിക്കുമ്പോൾ, അവർ പാർത്തിരുന്ന വീടുകൾ തകരുമ്പോൾ, അതിസങ്കീർണമായ ഘട്ടത്തിലും ആ പലസ്തീനിലെ കുട്ടികൾ ഹിഫ്ളാക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു വെടിനിർത്തലുണ്ടായ ഒരു രാത്രിയിൽ അവരെല്ലാവരും ഒത്തുകൂടി ഹാഫിളീങ്ങൾക്ക് സനത് കൊടുത്തു. 600 ചില്ലാനം കുട്ടികൾക്കാണ് ആ യുദ്ധത്തിൻ്റെ കെടുതിയിൽ ഒരു ദിവസം കിട്ടിയ രാത്രിയിൽ അവർ ഹാഫിളീങ്ങൾക്ക് സനത് കൊടുത്തിട്ട് അവർ ഖുർആനിനെ സ്വീകരിച്ചത്. ഹാഫിളാക്കാൻ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാ, ബുദ്ധിയുണ്ടാവും. നിങ്ങളെ കുട്ടി ഹാഫിളാണോ, അവന് ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കും, അവൻ വേഗം ഡോക്ടറാകും, അവൻ വേഗം സയൻറ്റിസ്റ്റാകും. നമുക്കറിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളിൽ ഹാഫിളുകളായ ആളുകൾ ജീവിതത്തിൽ വളരെ മുന്നേറുന്നതായിട്ടാണ് പുതിയ കാലത്ത് പഠിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് മെമ്മറിയിലൊന്നുമില്ലല്ലോ, ഒന്നും കാണാതെ പഠിക്കുന്നില്ലല്ലോ.
രണ്ടിൻ്റെ ഗുണദോഷം പോലും ഇപ്പോൾ കാണാതെ പഠിക്കില്ല, ആവശ്യമില്ല. പക്ഷേ ഖുർആൻ ഹിഫ്ളാക്കുന്നതോടുകൂടി എനിക്കറിയുന്ന ധാരാളക്കണക്കിന് ആളുകൾ അവർ ഭൗതിക ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു പോയതായിട്ട് കാണാൻ സാധിക്കും. ഖുർആൻ ഹിഫ്ളാക്കുന്നത് നല്ലതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുർആനുമായുള്ള സുഹബത്താണ്. ഒരാളെ സാഹിബ്, കൂട്ടുകാരൻ എന്ന് പറയുന്നത് എന്താ? അയാളെ കാണുമ്പോൾ സന്തോഷമാണ്, അയാൾ പിരിയുമ്പോൾ നമുക്ക് വിഷമമാണ്. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അയാളെ മുമ്പിൽ നമ്മൾ വെക്കും. അയാൾ നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകും, നമ്മളെ നല്ല വഴിക്ക് നയിക്കും. അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ ഏതൊരാളും ആഗ്രഹിക്കും. കൂട്ടുകാരനുണ്ടാകുന്നത് നല്ലതാണ്. തൻ്റെ വീഴ്ചയിൽ കൂടെ നിൽക്കുന്ന, തൻ്റെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന, തന്നെ ഉയർത്തുന്ന, തന്നെ സഹായിക്കുന്ന, തനിക്ക് നല്ലത് പറഞ്ഞു തരുന്ന കൂട്ടുകാരൻ. വിശുദ്ധ ഖുർആനിൽ ഹദീസുകളിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഖുർആനിനായിട്ടുള്ള സുഹബത്ത്, സുഹൃബന്ധം ഉണ്ടാക്കുക. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യും സാഹിബിഹി, അതിൻ്റെ ആൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ആളുകൾക്ക് വേണ്ടി. ചില ആളുകൾ ഈ ഖുർആനുമായുള്ള സുഹബത്ത് ഭയങ്കര ബന്ധമാണ്. അവർ കുറച്ചു നേരം ഖുർആനായിട്ട് ഇങ്ങനെ എപ്പോഴും കഴിയും. ഖുർആനുമായിട്ടുള്ള ബന്ധം അവർക്ക് മുറിക്കാൻ കഴിയില്ല. അതൊരു മനസ്സിന് സുഖമായിരിക്കും. താൻ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് മറിച്ചാൽ അതിൻ്റെ പരിഹാരമായിട്ട് നിർദ്ദേശിക്കും. ഷിഫാഉം, അതൊരു രോഗശമനമാണ്. ലിമാഫി സുദൂർ, മനസ്സിലെ പ്രശ്നങ്ങൾക്കുള്ള രോഗശമനമാണ്. കാരണം ഈ ഖുർആനായിട്ടുള്ള ഒരു സുഹബത്ത് എന്ന് പറഞ്ഞത് അതൊരു എന്താ വിശദീകരിക്കാൻ കഴിയാത്തൊരു വലിയ ബന്ധമായിരിക്കും. ചില മഹാന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആനുമായിട്ട് വലിയ ബന്ധം. അദ്ദേഹത്തിൻ്റെ അന്ത്യമാണ് ഖുർആനിലേക്ക് അദ്ദേഹത്തിൻ്റെ ചോല ഖുർആൻ മുസഹഫിലേക്ക് ഇറ്റിക്കൊണ്ടായിരുന്നു. ആധുനിക ലോകത്തെ ചില പണ്ഡിതന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പേരുകൾ പ്രത്യേകം പറയുന്നില്ല. അതിലൊരു പണ്ഡിതന് അദ്ദേഹം പറയുന്നത്, എനിക്ക് 30 വർഷമായി ഒരു അസുഖവുമില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ ഖുർആനെത്തി സുഹബത്തുണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ആരോഗ്യം. അദ്ദേഹം പറയുന്നു, ഞാൻ ആഗ്രഹിച്ച ഒന്നും കിട്ടാതിരുന്നിട്ടില്ല, കാരണം ഞാൻ ഖുർആനുമായിട്ട് നല്ല സുഹബത്ത് ബന്ധമായിരുന്നു. അതിന് അദ്ദേഹം രോഗിയായി, മരണാസന്നനായി. ഉണ്ടായ ചരിത്രം അദ്ദേഹത്തിന് ആളുകളെ എണീപ്പിച്ചിരുത്തിയിട്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാരായണം ചെയ്ത് രാത്രിയാകുമ്പോഴേക്കും അദ്ദേഹം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു. സൂറത്തു നാസ് ഓതി. അനാസ് ഓതിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ് ആ ഭാഗത്തും അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ചു. 42-ാമത്തെ വയസ്സിൽ മരിച്ച ആധുനിക കാലത്തെ ഈജിപ്തിലൊരു വലിയ മഹാപണ്ഡിതനുണ്ട്. 42 വയസ്സും. അദ്ദേഹം ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അദ്ദേഹം ചെയ്തത് 20 വർഷക്കാലം ജുമാ ഖുത്ബയിൽ അയാൾ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് നടത്തിയത്. ഇപ്പം നമ്മളൊക്കെ ഓരോ സബ്ജക്റ്റാണ് ഖുത്ബയിൽ പറയുന്നത്. ഇദ്ദേഹം ചെയ്തത് ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ ഖുർആൻ ആയത്തുകൾ വെച്ചിട്ട് ആയത്ത് തുടർച്ചയായിട്ട് ഖുർആൻ ആയത്ത് വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിച്ചു. അതൊരു നല്ല രീതിയാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കാറുള്ള ഒരു കാര്യമാണ്. സൂറത്തു നാസും ഫാത്തിഹ മുതൽ നാസ് വരെ ഇങ്ങനെ ആയത്തുകളെ ബേസ് ചെയ്തിട്ട് ഖുത്ബ നിർവഹിച്ചു. ഉണ്ടായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സൂറത്തു നാസ് ഖുത്ബ നിർവഹിച്ച അവസാനത്തെ ഖുത്ബ നിർവഹിച്ചതോടുകൂടി അദ്ദേഹത്തെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചു. ഇങ്ങനെ കുറേ സുഹബത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനെ സ്നേഹിച്ചാൽ ഖുർആൻ നമ്മളെയും സ്നേഹിക്കും, നമ്മുടെ കൂടെ കൊണ്ടുവരും. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാര്യം 3 ഇതേ ഉള്ളൂ. അത് ഖുർആനിൻ്റെ ആശയം ഗ്രഹിക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞ 2 കാര്യവും പ്രസക്തമാകണമെങ്കിൽ, അഥവാ ഓതുന്നതും ഹാഫിളൊക്കെ ആയിത്തീരണമെങ്കിൽ എന്താണ് ഈ ഖുർആൻ എന്ന് മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ നമ്മളിതിങ്ങനെ അർത്ഥമറിയാതെ ഓതുകയാണ്. ഓതിയാ കൂലി കിട്ടുമെന്നൊക്കെ പറഞ്ഞത് അർത്ഥമറിയാതെ ഓതുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അർത്ഥറിയാതെ ഓതിയാലും കൂലിയൊക്കെ കിട്ടിയേക്കും. പക്ഷേ ഞാൻ സാധാരണ പറയാനുള്ള ഒരു വാചകം വീണ്ടും പറയുന്നു, മുസ്ലിമീങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ. മുസ്ലിമീങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ്. ഹുദൻ ലിന്നാസ്, അത് സന്മാർഗദർശകമാണ് മനുഷ്യർക്ക്. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗ്ഗം കാണിച്ചു തരും. ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിക്കൽ ഖൗലു അനിൽ കാഫിരീൻ, ജീവിക്കുന്ന മനുഷ്യരെ ജീവിതം പഠിപ്പിക്കുന്ന ജീവിത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനകത്ത് എന്താ പറഞ്ഞതെന്ന് അറിയാതെ മരിച്ചു പോകേണ്ട ഗതികേട് ഉണ്ടാകരുത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയും. ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, എനിക്ക് ഓതാൻ അറിയും, ഓതലുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല. കാരണം ഇത് ഓതാൻ തന്നതല്ല, ജീവിക്കാൻ തന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ അറിയണം. പുതിയ കാലത്ത് അറിയാൻ ഒരുപാട് വഴികളുണ്ട്. ഒരിത്തിരി സമയം ഖുർആനിന് വേണ്ടി നീക്കി വെച്ചാൽ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, അല്ലാഹു തആല ഖുർആനിനെ വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. ഇതിലുള്ള ഈ ഖുർആനിലുള്ള പദങ്ങളിലെ 70% വാക്കുകളും ഈ സദസ്സിൽ എല്ലാവർക്കും അറിയാം. ഞാനൊന്നുകൂടി പറയാം. ഈ വിശുദ്ധ ഖുർആനിലെ 70% വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നാർ എന്ന് പറഞ്ഞാൽ നരകാണ്, ജഹന്നം എന്ന് പറഞ്ഞാൽ നരകാണ്, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയാണ്, കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധിയാണ്. ഇതൊക്കെ തന്നെ അതിലുള്ളത്. വളരെ കുറച്ച് പദങ്ങൾ കൊണ്ട് അത്ഭുതകരമായൊരു ഗ്രന്ഥം രൂപപ്പെടുത്തിയതാണ് ഖുർആൻ. ഇന്നൊരാഴ്ചയിൽ ഒരു മണിക്കൂർ ഖുർആൻ പഠിക്കാൻ നീക്കി വെച്ച് നോക്കിയേ, നിങ്ങൾ പഠിക്കും. ഞാൻ പഠിപ്പിക്കലുള്ള ആളല്ലേ. കഴിഞ്ഞ 15 വർഷമായിട്ട് തിരൂര് അവർ പഠിക്കും. ഖുർആൻ 1 മണിക്കൂർ ആഴ്ചയിൽ നീക്കി വെച്ചോളൂ, അവർ മുഴുവൻ ഖുർആൻ പഠിച്ചു. 3.5 വർഷം കൊണ്ടാണ് ഞങ്ങൾ ആയാത്ത് ദർസ് എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ 3.5 വർഷം കൊണ്ട് 45 മിനിറ്റ് വീതം വളരെ പണ്ഡിതോചിതമായി ആഴത്തിൽ 1130 എപ്പിസോഡുകളിലായിട്ട് വിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ചു. അത് യൂട്യൂബിൽ കിടക്കുകയാണ്. ലോകത്തൊരു ഭാഷയിലും അങ്ങനെയില്ല. രണ്ടാമതും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂറത്ത് തൗബയിലെത്തി നിൽക്കുകയാണ്. 5 വർഷമായിട്ട് 5.25 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, നിശ്ചയിക്കപ്പെട്ട ഞായറാഴ്ച ഒഴിച്ച് പെരുന്നാളിൻ്റെ ഒരു ദിവസം ഒഴിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ 5 വർഷമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ളവരും അത് പഠിക്കും. എല്ലാ സംഘടനക്കാരും തഫ്സീർ ഇറക്കിയിട്ടുണ്ട്. ഇനി അത് വെച്ച് വായിക്കാം. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ അതിന് കിട്ടുന്ന നേട്ടം അനിർവചനീയമാണ്, അത്ഭുതകരമായ ഗുണമാണ്, ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ്. ആഗ്രഹിച്ചതൊക്കെയും ലഭിക്കും, ആരോഗ്യം ലഭിക്കും, ശക്തി ലഭിക്കും. നമ്മൾ ഖുർആനിനെ സ്നേഹിക്കാൻ തയ്യാറാകണം എന്നേ ഉള്ളൂ. ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. കാരണം ഖുർആനിനകത്ത് കുറേ തസ്ബീഹും തഹ്മീദും തഹ്ലീലും ദിക്റും ദുആയും മാത്രമല്ല, അതിനേക്കാൾ ഏറെ ഉള്ളത് നിർദ്ദേശങ്ങളാണ്, കൽപ്പനകളാണ്, ശാസനകളാണ്, താക്കീതുകളാണ്, മുന്നറിയിപ്പുകളാണ്, വഴി കാണിച്ചു തരലാണ്. അത് കേവലം ഊതി തീർത്താൽ പോരാ. രണ്ടാമത്തെ കാര്യം, നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ തലമുറകളൊക്കെ ഖുർആനിനെ ആശയത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ കാര്യത്തിലാണ് പറഞ്ഞു. നിങ്ങളൊരു പക്ഷേ രക്ഷപ്പെട്ടിരിക്കുക. പുതിയ തലമുറ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാതെ മുസ്ലിമായി മരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അവരെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നിരീശ്വരത്വത്തിൻ്റെതാണ്, സംഘപരിവാർ കൊണ്ടുവന്ന ആശയങ്ങളാണ്. ഇനി നമ്മളെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ് സ്കൂളിൽ. അതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടൊക്കെ അവർക്ക് വെറുപ്പായിരിക്കും. ഖുർആനിക ആയത്തുകളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കും.
വഖ്തുലൂഹും ഹൈതു തഖ്തുമൂഹും, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും, അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. ഇത് യുദ്ധത്തിന് പോണ ആൾക്ക് കൊടുക്കണം നിർദ്ദേശമാണെന്നുള്ളത് അറിയാതെ ഇത് ഇതര മതസ്ഥരെ കൊല്ലാനുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ അർത്ഥം അറിയാത്ത കുട്ടിക്ക് ഈ ആയത്ത് അറിയും. കാരണം ഇവനിത് സോഷ്യൽ മീഡിയയിൽ 100 വട്ടം കേട്ടിട്ടുണ്ട് ഈ ആയത്ത്. ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ അർത്ഥം അറിയാത്ത കുട്ടിക്ക് അവനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന ആയത്തിൻ്റെ അർത്ഥം അറിയും. കാരണം അവൻ 100 തവണ സോഷ്യൽ മീഡിയയിൽ ഇത് കേട്ടിട്ടുണ്ട്. ഈ ജാതി കിതാബ് വേണ്ടാന്ന് അവൻ വിചാരിക്കും. അവസാനം ഉമ്മാടെ പർദ്ദ കണ്ടാൽ, വാപ്പാടെ താടി കണ്ടാൽ അറപ്പ് തോന്നുന്ന, ഇസ്ലാമിനെ കേട്ടാൽ പുച്ഛം തോന്നുന്ന കുട്ടികളെയാണ് പുതിയ സംഘപരിവാറും നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളും സൃഷ്ടിക്കാൻ പോകുന്നത്. അതിൻ്റെ ചില തുടക്കമാണ്, എനിക്ക് കല്യാണം വേണ്ട, ഞാനും ഓളും കൂടി പെണ്ണും കൂടി ജീവിച്ചേക്കാം. എല്ലാ വൃത്തികളും നോക്കിയ മുസ്ലിം പെൺകുട്ടികളാണ്. എല്ലാ വൃത്തികളും. ഇപ്പം ഇന്നലെ പിടിച്ച ഹണി ട്രാപ്പിൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അവിടെ എന്തൊരു സന്തോഷത്തിലാണ്, സ്വർഗത്തിലെത്തിയ പോലെയാണ് ഇന്നലെ പോലീസ് പിടിച്ചപ്പോൾ ചിരിച്ച് കളിച്ച് നടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് ദീന് പഠിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, ഖുർആനിന് ആശയഗ്രഹണം നടത്തണം. ഇത് ശക്തമായൊരു നിലപാടായി നമ്മൾ സ്വീകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ കാര്യം, ഈ ഖുർആനിനെ പ്രബോധനം ചെയ്യണം. ഈ ഖുർആനിനെ പ്രചരിപ്പിക്കണം നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. നമ്മുടെ കയ്യിലുള്ള മോചിസത്താണ് ഖുർആൻ. അമ്പിയാക്കന്മാർക്ക് മാത്രമേ അള്ളാഹ് മോചിസത്തുകൾ കൊടുക്കാറുള്ളൂ. പക്ഷേ ഖുർആൻ നമ്മളെ കൂടി കയ്യിൽ തന്നിരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ജനതയ്ക്ക് അള്ളാഹ് മോചിസത്ത് കൊടുത്തിട്ടില്ല. മൂസാ നബിയുടെ വടി വേറൊരാളിട്ടാൽ പാമ്പാകില്ല. ഈസാ നബിയുടെ സിദ്ധി വേറൊരാൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കൊടുത്ത മോചിസത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നു, റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ പ്രോജ്വലമായ അതിശക്തമായ ഒരു ഖുർആനാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. കാരണം 1400 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഖുർആൻ്റെ ശക്തി വർദ്ധിച്ചു. അന്നുള്ളതിനേക്കാൾ അത്ഭുതമുണ്ട് ഇന്ന്. അതിനൊരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ഖുർആൻ പറഞ്ഞ കുറേ ഭൗതിക ശാസ്ത്ര പരാമർശങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത്ഭുതമായി തോന്നുന്നു. സഹാബാക്കൾക്കായി തോന്നില്ല, കാരണം അന്ന് ശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും 1400 വർഷം പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആൻ 100 കണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ആധുനിക ശാസ്ത്രീയ സത്യത്തിന് വിരുദ്ധമായൊരു പരാമർശം പോലും ഇല്ലാതെ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രം ഇപ്പോഴാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മോചനത്താണ് നമ്മളെ കയ്യിലുള്ളത്. അതിനൊരു ശക്തി ഭയങ്കരമാണ്. നിങ്ങൾക്കറിയാം, ഗസയിലെ കുഞ്ഞുങ്ങൾ ഖുർആൻ പാരായണം നടത്തി. ഇപ്പോൾ റമദാനായതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. ആർക്കാരും ഒന്ന് നേരെ ഇരുന്നൊക്കെ എല്ലാവരും സ്ഥലം അടുത്ത ആൾക്കൊക്കെ ശേഖരമെടുത്താലും കുഴപ്പമുള്ളൊന്നുമില്ല. എന്നോട് ശരിക്കിരിക്കുക. എന്നിട്ട് ഈ ഗസയിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഖുർആൻ പാരായണം, ആ പാരായണം ചെയ്യണത് എവിടെ ഇരുന്നിട്ടാണ്? തങ്ങൾ പാർത്തിരുന്ന വീട് കൽപ്പൂമ്പാലായിരിക്കുകയാണ്. വാപ്പിയമ്മി ഷഹീദായിരിക്കുകയാണ്. സഹോദരങ്ങൾ ഷഹീദായിരിക്കുകയാണ്. 7 വയസ്സുള്ള 6 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടികൾ ആ കെട്ടിടാവിശിഷ്ടങ്ങളുടെ മുന്നിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ലോകം കേൾക്കുക. 30 മില്യൺ ആളുകളെയാണ് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ഖുർആൻ പാരായണം സ്വാധീനിച്ചത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. 30 മില്യൺ ആളുകൾ. ലോകത്ത് ഇപ്പോഴും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ കാരണം ഖുർആനാണ്. കാരണം ഇസ്ലാമാണെന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അതിശക്തമായി മുന്നേറുന്ന മതം ദർശനം ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള മതദർശനം ഇസ്ലാമാണ്. 2050 എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതദർശനമാകാൻ പോകുന്നത് ഇസ്ലാമാണെന്ന് ഇസ്ലാമിൻ്റെ എതിരാളികൾ പോലും പറയും. ഇപ്പോൾ ജമീനോടും ചാറ്റ്ജിപിടിയോടും വരെ ചോദിച്ചു നോക്കിയാൽ ഇസ്രായേലിൻ്റെ സാധനങ്ങളാണ്. പക്ഷെ അവരോട് പോലും ചോദിച്ചാൽ അവർ പറയും ലോകത്ത് വളരുന്ന മതദർശനം ഇസ്ലാമാണ്. അതിന് കരുത്തേകുന്നത് ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു ആയത്തിന്
ഇത് അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നില്ലെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടേനെ. കൊല്ലം 14 നൂറ്റാണ്ട് കഴിഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള അല്ലായിരുന്നെങ്കിൽ വൈരുദ്ധ്യം കണ്ടേനെ. പക്ഷേ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത്ഭുതപ്പെടുത്തുന്ന ഖുർആൻ, അമാനുഷികമായ ഖുർആൻ, ഗദ്യമെന്നോ പദ്യമെന്നോ പറയാനാവാത്ത അനവധ്യ സുന്ദരമായ ഭാഷാശൈലിയിലുള്ള ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വെച്ച ഒരു കാഴ്ചപ്പാടിനും ഒരു മങ്ങലൂട്ടിട്ടില്ല. നമ്മുടെ കയ്യിൽ ഈ ഖുർആനില്ലേ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നമ്മൾ നടത്തണം. നമുക്ക് ഒന്നും വേണ്ട, ഈ സാധനം ഉണ്ടായാൽ മതി. ഇതുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ ശക്തി. അല്ലാതെ മുസ്ലിങ്ങൾക്ക് ആറ്റം ബോംബില്ലല്ലോ, മുസ്ലിങ്ങളുടെ കയ്യിൽ വലിയ വലിയ മിസൈലുകളില്ലല്ലോ. എല്ലാം ഉള്ളതും എല്ലാം ആക്രമണശേഷിയുള്ളതും ഇസ്ലാം വിരുദ്ധരുടെ കയ്യിലല്ലേ. പക്ഷേ ഇസ്ലാമിനെ പേടിയാണ് അവർക്ക്. ഞാൻ പറഞ്ഞ കുറച്ച് പേടിപ്പിക്കുന്ന അങ്ങനെ പറഞ്ഞ് ഇസ്ലാമോഫോബിയ പോലെ ഉണ്ടാവും. പക്ഷേ സത്യത്തിൽ ഇസ്ലാമിനെ പേടിയാണ്. കാരണം ഇസ്ലാം വരുന്നത് ലോകത്തിലെ തിന്മയുടെ ശക്തികൾക്ക് പേടിയാണ്. ഇസ്ലാം വരുന്നത് പലിശക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു മതദർശനം വരുന്നത് പലിശ കച്ചവടക്കാർക്കെതിരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളും മുതലാളിത്ത ശക്തികളും കോർപ്പറേറ്റ് ശക്തികളും പലിശ കാശുണ്ടാക്കുന്നവരല്ലേ. പലിശൻ്റെ അവരുടെ ബിസിനസിൻ്റെ ബേസ് പലിശയിലല്ലേ അവർ കോടിക്കണക്കിന് ഡോളറുകൾ ശേഖരിക്കുന്നത്. ആ പലിശക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു ഗ്രന്ഥത്തെ ഹൃദയത്തിലെത്തുന്ന ജനതയെ അവര് ഭീകരവാദികൾ എന്ന് വിളിക്കുക. പ്രകമ്പനം സൃഷ്ടിച്ച ആയത്തുകളാണ് അതൊക്കെ. പലിശ ഭുജിക്കുന്നവൻ പൈശാചികബാധയേറ്റവനെ പോലെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പറഞ്ഞ ആയത്തുകൾ. അത് ഓതി തീർക്കാൻ തന്നതല്ല, ജീവിച്ചു തീർക്കാൻ തന്ന കിതാബാണ്. ലോകത്തത് മാറ്റം. അതുകൊണ്ട് ഇസ്ലാമിനെ പേടിയാണ് അവർക്ക്. ഇസ്ലാം വരുന്നത് ഭയമാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് പോണോഗ്രാഫിയിലൂടെ. അതിനെയും ഈ ഇസ്ലാം എതിരാണ്. അവർക്കറിയുന്ന ഖുർആൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ട ഖുർആനല്ല. നമ്മൾ കണ്ട ഖുർആൻ പള്ളിയുടെ ചുമരുകളിൽ അലമാരികളിലും നമ്മുടെ വീട്ടിൻ്റെ അലമാരികളിലും 2 ചട്ടകൾക്കുള്ളിൽ എഴുതി തീർത്ത് ഒരു പോറലും പറ്റാതെ ഒതുക്കി വെച്ച മുസഹഫല്ല. അവർ കണ്ട ഖുർആൻ ഒരു കാലത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെയും കിസ്റ രാജ്യത്തിൻ്റെയും അടിവേരറുത്ത ആണിക്കല്ല് പറിച്ചെടുത്ത ഖുർആനാണ്. ആ ഖുർആൻ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഖുർആനാണ്. ആ ഖുർആനിനെ അവർ പേടിക്കും, സ്വാഭാവികം. പക്ഷേ നമ്മൾ ഖുർആനിനെ കയ്യിലെത്തിയാൽ മതി. ഇരുട്ടിൽ തപ്പുന്ന ജനതയ്ക്ക് വെളിച്ചമായ ഖുർആൻ, ലോകം അസ്വസ്ഥതപ്പെട്ട് നടക്കുമ്പോൾ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന ഖുർആൻ, ആ ഖുർആനിനെ നമ്മൾ ഹൃദയത്തിലേറ്റണം. അതിനവഗണിച്ചാൽ ആ ദിക്ർ എന്ന് പറഞ്ഞ ഖുർആനെ കുറിച്ചാണ്. അവരുടെ ജീവിതം കുറിച്ചായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിനെ പ്രബോധനം ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും നേട്ടങ്ങളും ഖുർആൻ വഴി ലഭിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ലോകത്ത് നിന്ന് സാഹോദര്യം ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ ഉണ്ടാക്കിയതാണ്. ലോകത്ത് മദ്യമില്ലാതാക്കിയിട്ടുണ്ടോ? ഖുർആൻ ഇല്ലാതാക്കിയതാണ്. ലോകത്ത് വസ്ത്ര സംസ്കാരം ഉണ്ടാക്കിയത് ഖുർആനാണ്. ലോകത്ത് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഖുർആനാണ്. മറ്റു മതങ്ങളിലുള്ളതിനേക്കാൾ അവരെപ്പോലും ഈ ഖുർആനിൻ്റെ ആശയങ്ങളാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. മറ്റുള്ളവരുണ്ടെങ്കിൽ അത് പ്രയോഗമല്ല. കുരിശുദ്ധം നടക്കുകയാണ്. അപ്പോഴാണ് ശത്രുപക്ഷത്തെ രാജാവിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. അന്ന് മുസ്ലിമീങ്ങളെ കയ്യിലാണ് ഡോക്ടറും വൈദ്യവും വിജ്ഞാനമൊക്കെ ഉള്ളത്. അപ്പോഴാണ് ശത്രുവിൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ ഡോക്ടറെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത്. അവിടെ ആശയമില്ലാതിട്ടില്ല. ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണം, സാഹോദര്യത്തിൻ്റെ നന്മയുടെ, മനുഷ്യത്വത്തിൻ്റെ നന്മകൾ ഈ ഖുർആനിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിച്ചത് ഇസ്ലാമാണ്. മറ്റു മതദർശനങ്ങളിൽ ഒരുപക്ഷെ വസ്ത്രം എടുക്കാണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ആളുകളെ, കേരളത്തിലെ വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ആളുകളെ ഖുർആൻ പഠിച്ച ടിപ്പു സുൽത്താൻ റഹ്മുള്ള അദ്ദേഹമാണ് വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് ഈ ഖുർആൻ കൊണ്ട് അജയ്യ ശക്തിയായി മാറി. ആർത്തിരമ്പി വരുന്ന വമ്പിച്ച സൈന്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ലോകോത്തര സർവ്വസൈന്യാധിപനായിരുന്ന പേർഷ്യയുടെ സർവ്വസൈന്യാധിപൻ റുസ്തം, അവരാക്രമിക്കാൻ വന്ന മുസ്ലിം സൈന്യം വളരെ ചെറുതാണ്. ഈ മുസ്ലിം സൈന്യത്തെ നോക്കിയിട്ട് റുസ്തം ഒരിക്കൽ പറഞ്ഞു,
മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരുടെ പക്കൽ ജീവിക്കുന്ന ഖുർആനുണ്ട്. ജീവിക്കുന്ന ഖുർആൻ. നമ്മുടെ മക്കളുടെ ഖുർആൻ അതാണോ എന്ന് നമ്മൾ പരിശോധിക്കും. ليأتين زمانا لا أمتي لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم غامرة وهي خراب للهدى علماؤهم شر من تحت أديم السماء. എൻ്റെ സമുദായത്തിൽ നിന്ന് ദുഷിച്ച കാലഘട്ടം വരും. അന്ന് ഇസ്ലാമിന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്ലാമിന് കുറച്ച് പേരുകൾ, ആ പേരുള്ളവരൊക്കെ മുസ്ലിം, അല്ലാത്തവരൊക്കെ വേറെ. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആൻ അതിൻ്റെ അക്ഷരങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കും. മുസാഫ് ഉണ്ടാവും ഇഷ്ടം പോലെ, പക്ഷെ അതിങ്ങനെ അക്ഷരങ്ങളിൽ പരിമിതമാണ്. ജീവിക്കുന്ന ഖുർആനുണ്ടോ നമ്മുടെ ജീവിതത്തെയും ലോകത്തിൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. ഏതാളുടെയും ജീവിതത്തെ അത് പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഹൃദയത്തിൽ തട്ടി വീണ്ടും വീണ്ടും ഞാൻ ശക്തമായി നിങ്ങളോട് പറയുന്നു, ഖുർആൻ പഠിക്കണം, അതിൻ്റെ ആശയഗ്രഹണം നടത്തണം, ഖുർആൻ വായിക്കണം, മനഃപ്പാഠമാക്കണം, അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രബോധനം ചെയ്യണം. എങ്കിൽ ഈ നോമ്പ് ഖുർആൻ നമുക്ക് വിജയകരമാണ്. പക്ഷെ പല ആളുകളും എന്തൊരു അശ്രദ്ധയാണെന്നറിയാം, എന്തൊരു അശ്രദ്ധയാണ്. നമ്മളിവിടെ ബാവാസിൽ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. 100-200 പേരെ പങ്കെടുക്കുന്നുണ്ട്, 200 പേര്. പക്ഷേ ബാക്കിയുള്ളവർക്കും വരാലോ. ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും ഒരു പൈസയും ചിലവില്ല, ഒന്നുമില്ല. അവിടെ പോയിരുന്ന് കേട്ട് 1 മണിക്കൂർ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പക്ഷേ നമ്മളെ ശൈത്താൻ തിരക്കിലായിട്ട് കൊണ്ടിടുകയാണ്. എന്തൊക്കെ നേരമില്ല. അപ്പോഴേക്കും നമുക്ക് ഓരോരോ ദുനിയാ പ്രശ്നങ്ങൾ വരും. പക്ഷെ അവസാനം നമുക്ക് കാവലായിൻ്റെ ഖുർആൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ വീണ്ടും ഹൃദയത്തിൽ തട്ടിപ്പറയുന്നു, ഈ റമദാനിൽ മുഖറബീങ്ങളായ മലായിക്കത്തുകളെ സാക്ഷി നിർത്തി പറയുന്നു, നമ്മളെങ്കിലും ഖുർആനിനെ കയ്യിലെത്തണം. എങ്കിലേ ലോകത്തിന് ഖുർആനിൻ്റെ വെളിച്ചം കിട്ടും. ഇന്നും ഈ നമുക്ക് അഭിമാനത്തിൽ പറയാലോ, മുതലാളിത്ത അമേരിക്കയുടെ ഈ തുല്യമായ ന്യൂയോർക്കിലെ മേയർ എന്താണെങ്കിലും ശരി, മുസാഫിൽ കൈവച്ചിട്ടാണ് അദ്ദേഹം ഓർത്തെടുത്തത്, പ്രതിജ്ഞ എടുത്തത്. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കുന്ന ആ ഗ്രന്ഥം നമ്മുടെ പക്കലുണ്ട്. അത് അല്ലാഹുവിൽ നിന്നുള്ളത് തന്നെയാണെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ റമദാൻ ഓതി തീർത്ത ഖുർആൻ റമദാനല്ല, ജീവിച്ചു തീർക്കാൻ നമ്മൾ തീരുമാനിച്ച ഒരു റമദാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.